ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും കൺഗ്രാചുലേഷൻസ് അഗൈൻ അയന. ഇപ്പൊ അയന ഈ ഒരു ടൈമിൽ വന്നപ്പോ സത്യം പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നടക്കാത്ത ഒരു സമയത്താണ് അയനക്ക് കിട്ടുന്നത്, അതെ ആൻഡ് അതെ. എസ്പെഷ്യലി പീഡിയാട്രിക്സിന്റെ കാര്യം. അപ്പൊ അയനയുടെ ഒരു ജേർണി ലൈക്ക് അയന CBT കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. അപ്പൊ അയനക്ക് എങ്ങനെയാണ് അയന ഇന്റർവ്യൂസിനെ പറ്റിയിട്ട് അറിഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിലോട്ട് അയന എങ്ങനെയാണ് വന്നത്, എന്തായിരുന്നു ആ ഒരു ജേർണി അയനക്ക്? ഞാൻ OIT കഴിഞ്ഞിട്ട് പിന്നെ CBTയുടെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ CBTയും കംപ്ലീറ്റ് ആക്കി. ഉം, പിന്നെ ഇന്റർവ്യൂവിന്റെ കാര്യത്തിൽ വന്നപ്പോഴാണ് കുറെ കൂടെ എനിക്ക് കൺഫ്യൂഷൻ ആയത്. ഞാൻ ഉം. ആ ഇന്റർവ്യൂ വലിയ ഇതൊന്നും ഉണ്ടാവത്തില്ല, നമ്മുടെ നോളജ് വെച്ച് എങ്ങനെയൊക്കെ അത് എടുക്കാൻ പറ്റുമെന്ന് പാസ്സാകുമ്പോൾ വിചാരിച്ചു. നമ്മുടെ വൈവ പോലെയാണെന്നാണ് വിചാരിച്ചിരുന്നത് അയന? അങ്ങനെ നോർമൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ചോദിക്കും, ചോദിക്കും. അതിന് മറുപടി പറയാം ആ, എന്ന്. ഇത്ര ഏതായാലും എക്സ്പോഷർ കിട്ടിയല്ലോ, OIT അതെ. കഴിഞ്ഞ് CBT കഴിഞ്ഞും. ആ, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസിന്റെയും കൂടെ ഒക്കെ അതെ. ഉള്ള അറിവ് വെച്ച് പറയാമെന്ന ഞാനൊരു കോൺഫിഡൻസിൽ ഇരുന്നു. അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ഓക്കെ. അവര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടിയും പറഞ്ഞു. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ എനിക്ക് കോൺഫിഡൻസും വന്ന് അവരെല്ലാം ഓക്കെ ആയി, എനിക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാനും ഇരുന്നത്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നെഗറ്റീവ് ഇംപ്രഷൻ ആയിരുന്നു കിട്ടിയത്. അപ്പൊ എനിക്കത് മനസ്സിലായില്ല എന്താണ് അത് എനിക്ക് എവിടേക്കായിരുന്നു അയന? എവിടെയാണ് ഏത് ഹോസ്പിറ്റലായിരുന്നു ആദ്യം വന്നത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്? അത്. ലണ്ടൻ NHS തന്നെയാണോ? സൈഡിലായിരുന്നു. NHS തന്നെ? ഓക്കെ. ആ, പീഡിയാട്രിക്കിന്റെ തന്നെ. പീഡിയാട്രിക് തന്നെ. ശരി. ആ, അന്ന് അന്ന് ഇച്ചിരി കൂടെ വേക്കൻസീസ് വരുന്ന സമയമായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ആ, ഉണ്ടായിരുന്നു. ആ, പഴയ പോലെ അല്ല എങ്കിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ശരി. അപ്പൊ അവര് അങ്ങനെ ഞാൻ ഫീഡ്ബാക്ക് തന്നായിരുന്നു അയനക്ക്? എന്തോ ഇല്ല, അവര് തന്നില്ല. എവിടെയാ ഇല്ല പോയത് എന്നൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഫെയിലായി എന്നേ പറഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞോളൂ. ആ, എനിക്കപ്പം പേഴ്സണലി എനിക്ക് തോന്നി ഞാൻ അത് നന്നായിട്ട് അറ്റൻഡും ചെയ്ത, പക്ഷെ എനിക്ക് അറിയുന്നില്ല ഞാൻ എവിടെയാ പോയേ. ശരി അപ്പൊ പറ്റി. എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ കുഴപ്പമായി, അല്ലെങ്കിൽ എന്റെ കൺസെപ്റ്റിന്റെ കുഴപ്പമാണെന്ന് മനസ്സിലായി. ഉം. അങ്ങനെയാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് എവിടെയാ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ്. അങ്ങനെയാണ് ഞാൻ സാറിന്റെ ഇതിലേക്ക് വന്നത്, MNCയിലേക്ക് വന്നത്. പിന്നെ MNC പഠിച്ച എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഞാൻ കൊല്ലത്ത് ജോലി ചെയ്യുമ്പം അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്. അപ്പൊ അവരും നല്ല ഇംപ്രഷൻ തന്നെ തന്നെ. ഉം, അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വന്നതും ഉം. അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ രീതിയുടെ പ്രശ്നമായിരുന്നെന്ന്. അതെ. അപ്പൊ നമ്മൾ ഓൾറെഡി ഞാൻ ഇന്ത്യൻ സിനാരിയോയിൽ നിന്നാണ് എല്ലാം റിപ്ലൈ പ്രിപ്പയർ കൊടുത്തുകൊണ്ടിരുന്നത്. ചെയ്തതും പറഞ്ഞതല്ല അല്ലെ? എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി, എന്താണ് സേഫ് ഗാർഡ്, ഇതൊന്നും നമുക്ക് അറിയുന്നില്ലല്ലോ. CBTക്ക് വേണ്ടി തിയറി പാർട്ട് പഠിച്ചു പഠിച്ചു, എന്നേ ഉള്ളൂ. എക്സാം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിലവിടെ അങ്ങ് വിട്ടു. പിന്നെ അതെ. അങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്, അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഉം. സാറിന്റെ ക്ലാസ്സും തന്നപ്പോഴും പിന്നെ നോട്ട്സ് അതെല്ലാം ഷെയർ ചെയ്യുമ്പോഴാണ് ഞാൻ ഇങ്ങനെയായിരുന്നു അത് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായത്. മനസ്സിലായത്. ഓക്കെ. സത്യം പറഞ്ഞ ആ ഒരു ഇതില് എനിക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയി, ഇവിടം വരെ എത്താനും പറ്റി. ഓക്കെ. ദൈവം അനു എനിക്കിപ്പം ലൈക്ക് ഇപ്പം ലൈക്ക് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, സെനാരിയോ ബേസ്ഡും അതെ അല്ലെങ്കിൽ അതെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ. ഇപ്പൊ അത് ലൈക്ക് നമുക്ക് ചുമ്മാ കുറെ പേപ്പേഴ്സ് തന്നിട്ട് പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഉം. അതേസമയം ആ ഒരു റെക്കോർഡ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ആ മോക്ക് അതെ അതെ ക്വസ്റ്റ്യൻ നടത്തിയപ്പോഴും അയനയുടെ ആൻസേഴ്സ് പറഞ്ഞ് അതിന്റെ ഓരോ എക്സാമ്പിൾസ് പഠിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലിരുത്തി അല്ലെങ്കിൽ മനസ്സിലാക്കി അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നോ പറ്റി ഇന്റർവ്യൂവിന്റെ പറ്റി. സമയത്ത്? നല്ലപോലെ പറ്റി. സാറിത് പറഞ്ഞായിരുന്നല്ലോ, ഈ രീതിയിൽ പറഞ്ഞാൽ മതിയായിരിക്കും, അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും ഉം. എന്ന് പറഞ്ഞപ്പം ഞാനത് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ അതാണ് ചിന്തിച്ചത്. സാർ ഉം. അങ്ങനെയാ പറഞ്ഞത്, അപ്പൊ ഉം. ആ രീതിയിൽ റിപ്ലൈ കൊടുത്താൽ മതി അതെ. എന്ന്. അപ്പൊ എന്റെ എക്സ്പീരിയൻസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് അത് പറയാൻ എക്സ്പ്ലെയിൻ പറ്റി ചെയ്യാനായിട്ട് എനിക്ക്. പറ്റി. ആൻഡ് അതുപോലെ തന്നെ അയനയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നില്ല എന്തായാലും അതെ അയനയ്ക്ക്. അതെ എന്നിട്ട് അതെ അതെ. ഇപ്പൊ നമുക്ക് ഒരുപാട് പേര് ഇപ്പം സെൽഫായിട്ട് ഓസ്കി വന്ന് UK വന്ന് എടുക്കുന്ന ആൾക്കാർ, പിൻ നമ്പർ കിട്ടിയ ആൾക്കാരുണ്ട്, ഇവിടെ ഉള്ള പിൻ നമ്പർ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഓക്കെ. ഉം. ഒരുപാട് പേരാണ് ജോയിൻ ചെയ്യുന്നത് ക്ലാസ്സസിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മോക്ക് സെഷൻ നടക്കുന്നതിന് മുന്നേ നമ്മുടെ ആ ഒരു 3 ഡേയ്സിന്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് പറയും. അപ്പോ അയനയുടെ ഒരു ഇതിൽ അയനയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സെഷൻസ് അയന എടുത്തതിൽ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും അയനയ്ക്ക്? ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആണ് നമ്മുടെ ബേസ്മെന്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ഉം. അത് എൻ്റെ അറിവിൽ ചെയ്യാം എന്നാണ് ഞാൻ കരുതിയത്, പക്ഷെ അത് ഫെയിലായി. ഉം. അപ്പം നല്ലൊരു കോച്ചിങ് കിട്ടിയത് കൊണ്ടാണ് എനിക്കത് പാസ്സാവാൻ പറ്റിയത്. എങ്ങനെ നമ്മൾ ആ, എക്സ്പ്രസ് ചെയ്യാം, ഏത് അതെ. രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമുക്ക് മനസ്സിലായോ? ഇപ്പൊ കിട്ടും. നമ്മൾ അപ്പൊ എല്ലാവർക്കും അയന നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. അയന എങ്ങനെ അത് പ്രിപ്പയർ ചെയ്തു? ലൈക്ക് അയനയുടെ സൈഡിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്തു? എഴുതി പ്രിപ്പയർ ഞാൻ ചെയ്തു, കുറെ പറഞ്ഞു പഠിച്ചോ? ഞാൻ പ്രിപ്പയർ ചെയ്തത് എനിക്കൊരു റെക്കോർഡിംഗ് സെക്ഷൻ കിട്ടിയായിരുന്നു. വീഡിയോ. ആ,
വീഡിയോ കിട്ടി, സാറിന്റെ ഒരു വീഡിയോ കിട്ടിയായിരുന്നു. ആ അലോങ് വിത്ത് സാറുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. സെക്ഷൻ കൂടെ എനിക്ക് കിട്ടിയായിരുന്നു. ആ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ആ റെക്കോർഡിംഗ് സെക്ഷനാണ്. ഓക്കെ. അതിനകത്ത് സാറ് ലൈവായിട്ട് പറയണ കാര്യങ്ങളും എല്ലാം സാർ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. നമ്മൾ നോട്ട് എഴുതി പഠിക്കുന്നതോടൊക്കെ പറയുന്നു. അതെ. അത് സത്യമായിട്ട് എനിക്ക് ആ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആകുമായിരുന്നു. ഓക്കെ. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പറ്റിയത്. അലോങ് വിത്ത് സാറിന്റെ ഞാൻ സാറിനോട് ചോദിക്കുകയായിരുന്നു, സാർ എനിക്ക് കുറച്ച് മോക്ക് സെഷൻ ക്വസ്റ്റ്യൻസ് വേണ്ടിയിട്ട്. ചോദിക്കുക പ്ലീസ്. അതെ, കാരണം എനിക്ക് എന്റെ അറിവ് എത്രയാണെന്ന് സാർ അത് അനലൈസ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉറപ്പായിട്ടും. ആവുമല്ലോ. അതെ, അങ്ങനെ സാർ അത് ഫൈനലൈസ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരൂടെ കോൺഫിഡൻസ് ആയി. കോൺഫിഡൻസ് വന്നു. എന്നാലും പറയാം, എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയത് ആ റെക്കോർഡിംഗ് സെക്ഷൻ ആയിരുന്നു. അപ്പൊ അത് അയാൻ ഒരുപാട് കാര്യം കുറെ കുട്ടികൾ നമ്മളത് പറയുന്നത് അവരത് 5 മണിക്കൂറിന്റെ വീഡിയോ ആണ്. അവരത് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് കണ്ട്, അല്ലെങ്കിൽ കേൾക്കും ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ഒക്കെ കേൾക്കാറ്. അപ്പൊ അയനക്ക് അത് റിപ്പീറ്റഡ് ആയിട്ട് കേട്ടത് ഒരുപാട് ഹെൽപ്ഫുൾ ആയോ കാര്യങ്ങളൊക്കെ? അതെ സാർ, അതെ. എനിക്കിപ്പോ ഒരു തവണ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളത് വിട്ടുപോകും, മറന്നുപോകും. ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടി ടൈമിൽ നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ആയിരിക്കും ഞാനത് ഓണാക്കി വെച്ച് കാണുന്നതും ഒക്കെ. കാരണം അല്ലാതെ നമുക്ക് റൂമിൽ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോകണം, അതിന് പല പല കാര്യങ്ങളുണ്ട്. അപ്പം സമയം കിട്ടത്തില്ല. പല സമയങ്ങളിലായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും. പക്ഷെ ഇപ്പൊ ഞാൻ കേട്ടത് അതിന്റെ ബാക്കി പിന്നീട് കേൾക്കുമ്പോൾ ആദ്യം കേട്ടത് മറന്നുപോകും. അപ്പൊ വീണ്ടും ഞാൻ ആദ്യം മുതലേ ഒന്നുകൂടെ കേൾക്കും, അത് നോട്ട് ചെയ്തു, എനിക്ക് മനസ്സിലാവുന്ന രീതി ഞാനത് നോട്ട് ചെയ്ത് വെക്കും. അതെ, റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് തന്നെ ബെറ്റർ ആയിരിക്കും. അതെ. അപ്പൊ ഹാർഡ് വർക്ക് എന്തായാലും മസ്റ്റ് ആണെന്നുള്ള കാര്യം. അതെ 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 അതെ. അതെ സാർ. അപ്പൊ അതാണ് എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്. ഇപ്പൊ അയാനെ പറഞ്ഞൊരു കാര്യം, പിള്ളേർക്ക് അവർക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയ ഒരു 2 ദിവസത്തെ 3 ദിവസത്തെ ഗ്യാപ്പിലായിരിക്കും അവർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞവർ വരുന്നത്. ആ അതെ ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ വീഡിയോസ് കണ്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ തന്നെയാണെങ്കിൽ ഒരു മിനിമം ഒരു 1 വീക്കിന്റെ സമയമെങ്കിലും നമുക്ക് വേണം. ഷോർട്ട് നോട്ടീസിൽ ഓക്കെ, അത്രയും സമയം ഒരു 3 ദിവസം ഫുൾ ടൈം അവർ നിന്ന് പഠിക്കുകയാണെങ്കിൽ ഓക്കെ. കാര്യം ഈ കീവേഡുകൾ പഠിച്ചെടുക്കുക, കംപ്ലീറ്റ്ലി പുതിയ ഇൻഫർമേഷൻസ് ആണ് എല്ലാം തന്നെ. അതെ അപ്പൊ അതെ എന്തായാലും അത് അയനയുടെ ഹാർഡ് വർക്കിൽ തന്നെ അയനക്ക് കിട്ടിയ ഒരു സംഭവമാണ്. ആൻഡ് ഈ ഒരു ഇപ്പൊ അയനക്ക് കിട്ടിയ നോളജും ആ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തും അയനിപ്പോ ഇവിടെ വന്നപ്പോ ആ കാര്യങ്ങളെല്ലാം സെയിം ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായ സംഭവങ്ങളൊക്കെ. അതെ സാർ, അതെ അതെ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ജോലിക്ക് കയറുന്ന സമയത്തും ഈ കാര്യങ്ങളെല്ലാം എനിക്ക് അവിടെ ഇൻപുട്ട് ചെയ്യാനും ഓസ്ട്രിയുടെ ഇൻഡക്ഷൻ ക്ലാസ്സിലാണേലും അവരും പറഞ്ഞു തരുന്നത് ഈ CBT-യുടെ ഇന്റർവ്യൂവിന്റെ ഈ പല പല കാര്യങ്ങൾ കോറിലേറ്റ് ചെയ്താണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. സംസാരിക്കുന്നത്. അതെ. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നു ഇപ്പൊ ഇതൊന്നും ഇവിടെ വിട്ടില്ലയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. പേഷ്യന്റ് സേഫ്റ്റി അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളൊന്ന് ഡിപ്രസ്ഡ് ആണെങ്കിൽ പോലും അവര് പറയണത് നമ്മൾ ജോലി ചെയ്യരുതെന്നാ പറയണത്. എക്സാക്ട്ലി. കാരണം പേഷ്യന്റ് സേഫ്റ്റിയെ ബാധിക്കും എന്നുണ്ട്. അപ്പൊ ഞാനിപ്പം നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നത്, ഒന്ന് ഇപ്പം വാക്കൻസീസ് കുറവാണ്. അപ്പൊ ആദ്യമേ തന്നെ ഒരു എക്സ്പീരിയൻസിന് പ്രോപ്പർ ആയിട്ട് കയറുക. മിനിമം ഒരു 1 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം OET-ലോട്ട് കയറുക. അപ്പം മേ ബി വാക്കൻസീസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നോക്കാമല്ലോ. കാര്യം അവർക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അത്യാവശ്യം നമുക്കൊരു ഒരു കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റണമല്ലോ. എന്തായാലും എങ്ങനെയാണ് അറിയുന്നത് ഇന്റർവ്യൂവിനെ പറ്റിയിട്ട്? ഞാൻ ഇതുപോലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമായിരുന്നു സാർ. അങ്ങനെ അതേ കണ്ടതാ. ഒരു 4 വേക്കൻസിയുടെ ഇതിലാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. വെറും 4 വേക്കൻസീസേ ഉള്ളായിരുന്നു. അപ്പം ദൈവം അവിടെ കളിച്ച കളിയെന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിന് മുന്നേ നോർക്കയുടെ 2-3 ഇന്റർവ്യൂസ് എറണാകുളത്ത് വെച്ച് ഓഫ്ലൈൻ ആയിട്ട് വന്നായിരുന്നു. അന്നേരം ഞാൻ അപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് അവര് കോൾ ചെയ്യുവോ എനിക്ക് ഇവിടെ പോയി അറ്റൻഡ് ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ അതില് പറ്റാഞ്ഞത് ഈ വെറും 4 വേക്കൻസിയിൽ എനിക്ക് ദൈവം എനിക്ക് അതിന് അവസരം തന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അത് വലിയൊരു കാര്യമാണ്. കാര്യം ആകെ 4 വാക്കൻസിയിൽ ഒരു പോസ്റ്റ് അയനക്ക് കിട്ടുക എന്ന് പറയുന്നത്, അപ്പൊ അത്രയും കോമ്പീറ്റന്റ് ആയിട്ട് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന്. ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തു. എനിക്കൊന്ന് എബോവ് 40 or 30 or 50 ആൾക്കാരുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിന്. അപ്പൊ അത്രയും കോമ്പീറ്റന്റ് ആയിട്ട് അയനയുടെ ആൻസേഴ്സും അയനയുടെ എക്സ്പീരിയൻസും അയനക്ക് അത് സ്കിൽഫുള്ളി അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രം. കാര്യം അവരൊരിക്കലും ഒരു ഇന്റർവ്യൂവിന് ആരും കോംപ്രമൈസ് ചെയ്യില്ല. അത് അയനക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും. പാനലിലുള്ള ആൾക്കാർ അയന പറഞ്ഞ ആൻസേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. അവര് നോട്ട് ചെയ്യണത് പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അതിൽ ഞാൻ വലിയ ഇത് കൊടുത്തില്ല. ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചോണ്ടാണ് പല ആൻസേഴ്സും പറഞ്ഞത്. വേറെ ഇല്ല സാറ്, ഒത്തിരി നിന്ന് നമ്മൾ ഇതായല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടുമായിരുന്നു. നമ്മള് കംപ്ലീറ്റ്ലി എങ്ങനെയെങ്കിലും ഒന്നല്ലേ കഴിഞ്ഞ് പോയാ മതി. അതെ അതെ, അങ്ങനെ ഒരു ഇതേ ഉള്ളായിരുന്നു. 3 ഷിഫ്റ്റ് അല്ലായിരുന്നോ, അപ്പൊ നമുക്ക് അഫോർഡബിൾ നമുക്ക് പറ്റും. എങ്ങനെയായാലും ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ട്. ഇതാകുമ്പോ രാവിലെ 7 മണിക്ക് കയറി വൈകിട്ട് 7 മണിക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളല്ലോ എന്ന് കേൾക്കുമ്പോൾ പേടിയുണ്ട്.
എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്ത് ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ അത് പോയി തുടങ്ങുമ്പോൾ അറിയായിരിക്കും അതെ, അതിന് എന്താന്ന്. 3 ദിവസമാണ്. ഞാനിപ്പോ ജസ്റ്റ് അതിനേക്ക് പറഞ്ഞുതരാം. അതിനെ ആദ്യമായിട്ട് കയറാൻ പോകുന്ന ആളായുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ലൈക്ക് അതിനെ 3 തവണ ആയിരിക്കും, ലൈക്ക് 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നൈറ്റ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ നൈറ്റിന് എന്തായാലും നമ്മൾ 12 മണിക്കൂറാണല്ലോ വർക്ക് ചെയ്യണേ അതെ എങ്ങനെയാണെങ്കിലും. അതെ അതെ. ഇവിടെ നിങ്ങൾക്ക് നൈറ്റ് വന്നാലും ഡേ ആണെങ്കിലും ശരി 3 ഷിഫ്റ്റേ ഒരാഴ്ചയിൽ വരുള്ളൂ എന്തായാലും. 3 ദിവസം. 3 ദിവസം, ഒരാഴ്ചയിൽ 3 ദിവസം മാത്രമായിരിക്കും വരിക. 37.5 hours ആണ് നമ്മൾ വർക്ക് ചെയ്യുക എന്തായാലും. ഓക്കെ. ഓക്കെ, അപ്പൊ ആ 12 hours വർക്ക് വരുമ്പോൾ അതിൽ ഹാഫ് ആൻ അവർ നിങ്ങളുടെ ബ്രേക്ക് ആയിരിക്കും പോവുക. ഹാഫ് ആൻ അവറോ 1 അവറോ. ഓക്കെ, ആ ബ്രേക്ക് കിട്ടുന്നത് അൺപെയ്ഡ് ആണ്. ബ്രേക്ക് എന്ന് പറയുന്നത് ബ്രേക്ക് കൂട്ടില്ല നിങ്ങളുടെ പേയ്മെന്റിൽ. ഓക്കെ, ചില ട്രസ്റ്റുകൾക്ക് പല രീതിയിലുള്ള റൂൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ജനറലി പറയാണ്. അപ്പൊ ഈ 12 മണിക്കൂർ ഡ്യൂട്ടിയിൽ രാവിലെ തൊട്ട് തുടങ്ങി, ഇതിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് തുടങ്ങി ഒന്ന് ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പോവുക. അവിടെ ബാക്കി വെക്കുന്ന കൂടുതൽ പരിപാടികൾ വരില്ല. ഹാൻഡ് ഓവർ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നിങ്ങൾ രാവിലെ തൊട്ട് തുടങ്ങി 12 മണിക്കൂർ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലോസ് ഡൗൺ ചെയ്തിട്ടായിരിക്കും നൈറ്റ് സ്റ്റാഫിലോട്ട് നിങ്ങൾ കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, പിന്നെ ഇതിനിടയിൽ അയാനയുടെ കൂടെ ഒരു ഷിഫ്റ്റിലുള്ള എല്ലാവരും അയാനയുടെ കൂടെ ഉണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഓക്കെ, പിന്നെ നമുക്ക് മിക്കവാറും ഉള്ളത് ഒരിക്കലും നമുക്ക് 3 ദിവസം നമ്മൾ റിക്വസ്റ്റ് ചെയ്യാതെ അടുപ്പിച്ചിടാറില്ല. ഓക്കെ, ഒന്നുകിൽ 2 ദിവസം, ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ അടുപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൺഡേയും ട്യൂസ്ഡേയും ഒരു ഷിഫ്റ്റ് കാണുക, ലൈക്ക് അടുപ്പിച്ച് 2 ഷിഫ്റ്റ്. എന്നിട്ട് അടുത്ത 2 ദിവസം ഗ്യാപ്പ് തന്നിട്ടായിരിക്കും പിന്നെ ഒരു ദിവസം ഷിഫ്റ്റ് ഇടുന്നത്. അല്ലെങ്കിൽ ആദ്യം ഒരു ദിവസത്തെ ഷിഫ്റ്റ് ഇടും, പിന്നെ ഒരു ഗ്യാപ്പ് ഇടും, പിന്നെ ചിലപ്പോൾ ഒരു ഷിഫ്റ്റ് വരും, പിന്നെ ഒരു ഗ്യാപ്പ് വരും, ചിലപ്പോൾ അങ്ങനെ. അത് ഇപ്പൊ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് നമുക്ക് ചൈൽഡ് കെയറും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലാണ് നമുക്ക് ഫ്ലെക്സിബിൾ ഷിഫ്റ്റിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതല്ലാതെ ഒരു മാസം നിങ്ങൾക്ക് 4 റിക്വസ്റ്റ് ഇടാൻ പറ്റും നിങ്ങളുടെ റോട്ടയിൽ. അത് ജനറലി എല്ലാവർക്കും ഉള്ളതാണ്. മനസ്സിലായോ? ആ 4 റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 ഡേ ഓഫ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ 4 ഡ്യൂട്ടി ആയിട്ട് ഇടാം, അല്ലെങ്കിൽ 2 ഡേ ഓഫ് ഇടാം, 2 ഡ്യൂട്ടി ഇടാം. ഫോർ എക്സാമ്പിൾ അയാനെ വിചാരിക്കുകയാണ് അയാനക്ക് വെള്ളിയാഴ്ച ഓഫ് വേണം. ഓക്കെ, ഓൾറെഡി സാറ്റർഡേ സൺഡേ ഓഫ് ആണ്. അപ്പൊ അയാനക്ക് അടുപ്പിച്ച് ഒരു 4 ദിവസം ഓഫ് കിട്ടിയ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. ഓക്കെ, അപ്പൊ അയാനക്ക് എന്ത് ചെയ്യാം? ഫ്രൈഡേ റിക്വസ്റ്റഡ് ഓഫ് ഇടാം. സാറ്റർഡേ സൺഡേ ഓൾറെഡി ഓഫ് ആണ് എനിക്ക്. മൺഡേയും കൂടെ റിക്വസ്റ്റഡ് ഓഫ് ഇടുക. അപ്പൊ എന്തായാലും അവർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഫ്രൈഡേയും മൺഡേയും എനിക്ക് ഡ്യൂട്ടി ഇടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇനി നമ്മള് വെള്ളിയാഴ്ച ഓഫ് വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ശനിയാഴ്ച നീ പറഞ്ഞേ പറ്റൂ എന്നൊരു ഓപ്ഷൻ അവർ വെക്കും. അല്ലെ നിനക്ക് നീ മൺഡേ തരാൻ പറ്റത്തില്ല എന്ന് തന്നെ അവർ പറയാം. 4 ദിവസം അവർ ഒരിക്കലും ഒരുമിച്ച് തരത്തില്ല. എനിക്ക് ഇനി 3 ദിവസം അടുപ്പിച്ച് വേണമെന്ന് വെച്ചോ. ഓക്കെ, അതിന് 3 ദിവസം. അപ്പൊ ആ ഒരു മാസത്തിലേക്ക് എനിക്ക് 4 റിക്വസ്റ്റ് ഇടാം. അത് ഡേ ഓഫ് ആയിട്ട് വിടാം, ഡ്യൂട്ടി ആയിട്ട് വിടാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് അടുപ്പിച്ച് 4 ഓഫ് വേണമെന്ന് വെച്ചോ, എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 3 ഡ്യൂട്ടി ഒരുമിച്ച് റിക്വസ്റ്റ് ചെയ്യാം. മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഒരുമിച്ച് ഡ്യൂട്ടി ഇടുക. അപ്പൊ ഒരാഴ്ചത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പൊ പിന്നെ വ്യാഴം വെള്ളി ശനി ഞായർ അടുത്ത ആഴ്ച വരെ എനിക്ക് ഓഫാ. എന്നിട്ട് എന്ത് ചെയ്യാ വേണമെങ്കിൽ എനിക്ക് ഇപ്പം തിങ്കൾ വരെ, ലൈക്ക് തിങ്കളാഴ്ചയും കൂടെ വേണമെങ്കിൽ എന്ത് ചെയ്യാ, ഒരു ഓഫ് റിക്വസ്റ്റ് ചെയ്യുക. അപ്പൊ അടുപ്പിച്ച് അത്രയും ദിവസം ഓഫായി. മനസ്സിലായോ? പിന്നെ അതുപോലെ നമുക്ക് ആനുവൽ ലീവ് ഉണ്ട്. ആനുവൽ ലീവ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 265 hours 270 hours ആയിരിക്കും നിങ്ങൾക്ക് വരിക, അലോക്കേറ്റഡ് അവേഴ്സ്. അതും നിങ്ങൾക്ക് തന്നെ റിക്വസ്റ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം. മനസ്സിലായോ? ആനുവൽ ലീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരാഴ്ച 3 ആനുവൽ ലീവ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ 1 വീക്ക് കവർ ആയി നിങ്ങൾ പിന്നെ ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു 2 ആനുവൽ ലീവ് ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ അതിനെ ഒരു ഡ്യൂട്ടിയും കൂടെ പിന്നെ എടുത്താൽ മതി. അല്ല, അപ്പം ആനുവൽ ലീവ് ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കാവോ, ഒന്നിച്ചല്ലാതെ? അത് അവര് കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാറില്ല എന്തായാലും. ഓക്കെ, എടുക്കുമ്പോൾ ഒരുമിച്ച് എടുക്കാനാണ് പറയുക. പക്ഷേ ഇപ്പൊ നമുക്കൊരു അത്യാവശ്യമാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരത് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അക്കോമഡേറ്റ് ചെയ്യും. വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പൊ നമ്മൾ 3 എടുക്കുകയാണെങ്കിൽ ആ ആഴ്ച കംപ്ലീറ്റ്ലി ആനുവൽ ലീവ് ആയിരിക്കും എന്തായാലും. പിന്നെ ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇടുമ്പോ എപ്പോഴും ഒരു ഹോൾ വീക്കായിട്ട് ഇടുക. ഹോൾ വീക്കായിട്ട് ഇട്ടാലും 37.5 hours മാത്രമേ പോവുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ മൺഡേ ടു സൺഡേ വരെ നമ്മൾ ആനുവൽ ലീവ് കിടക്കുന്ന കാണുമ്പോൾ ഇത്രയും മണിക്കൂർ പോകുന്നു വിചാരിക്കും. അങ്ങനെയല്ല. ഒരാഴ്ച നമ്മൾ ഇട്ടാലും നമ്മൾ ആകെ വർക്ക് ചെയ്യേണ്ടത് ഒരാഴ്ചയിൽ 37.5 മണിക്കൂറാണ്. അത് മാത്രമേ പോവുള്ളൂ. മനസ്സിലായോ? ഇനി അയനെ 2 ആനുവൽ ലീവേ അയനക്ക് വേണ്ടുള്ളൂ എന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൺഡേയും ട്യൂസ്ഡേയും മൺഡേ അയനക്ക് വർക്ക് ചെയ്യാന്ന് വെച്ചോ. ഓക്കെ, പിന്നെ ഒരു ഹോൾ വീക്ക് അയനക്ക് ഓഫ് വേണം. അങ്ങനെയാണെങ്കിൽ അയൻ എന്ത് ചെയ്താൽ മതി? ട്യൂസ്ഡേയും വെനസ്ഡേയും ആനുവൽ ലീവ് റിക്വസ്റ്റ് ചെയ്യുക. ഓൾറെഡി അയനെ മൺഡേ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അയനയുടെ 37.5 കഴിഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇനി പക്ഷെ അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ പക്ഷെ അയനെ ഡ്യൂട്ടി എടുക്കണം അവിടെ.
ഓക്കെ ഓക്കെ ഓക്കെ. ആനുവൽ ലീവ് ആണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി മാറി കുഴപ്പമില്ല. കഴിയും. ഓ, മനസ്സിലായോ? അതേപോലെ പബ്ലിക് ഹോളിഡേ നമുക്ക് ഓഫ് കിട്ടും. പക്ഷെ ആ ഓഫിന് പകരം നമ്മളിപ്പം അത് ഓഫായിട്ട് കൺസിഡർ ചെയ്താലും നമ്മൾ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. ഓ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മൺഡേ ആണ് പബ്ലിക് ഹോളിഡേ എന്ന് വെച്ചോ. ഓക്കെ. ഉം, ഇപ്പൊ പബ്ലിക് ഹോളിഡേ ഇപ്പൊ അയന ഐസിയുയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കിത് ബാധകമല്ല. ഉം. നമ്മൾ ഡ്യൂട്ടി ഉണ്ട്. അതേസമയം നമ്മൾ ഔട്ട് പേഷ്യന്റിലാണെങ്കിൽ പബ്ലിക് ഹോളിഡേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ അന്ന് ഹോളിഡേ ആയി കഴിഞ്ഞാൽ ഇപ്പൊ മൺഡേ പോയാൽ ബാക്കി 3 ദിവസം നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം. പിന്നെ ഓ. അതേസമയം ആ പബ്ലിക് ഹോളിഡേ നമ്മൾ ആനുവൽ ലീവ് ആയിട്ട് ഇട്ടു എന്ന് വെച്ചോ. ഉം. അപ്പൊ അത് ഒരു ദിവസമായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ നമ്മൾ 2 ഡ്യൂട്ടി എടുത്താൽ മതി. ഓക്കെ ഓക്കെ. ഈ മനസ്സിലായോ? പബ്ലിക്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ എക്സ്ട്രാ പേയ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. പബ്ലിക് ഹോളിഡേക്ക് നമുക്ക് എക്സ്ട്രാ എൻഹാൻസ്മെന്റ് കിട്ടും. നൈറ്റിന് നമുക്ക് എക്സ്ട്രാ എൻഹാൻസ്മെന്റ് കിട്ടും. എൻഹാൻസ്ഡ് പേ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്ട്രാ കിട്ടും. സാറ്റർഡേസ് പേയ്മെന്റ് കൂടുതലാണ്, സൺഡേസ് പേയ്മെന്റ് കൂടുതലാണ്, എസ്പെഷ്യലി നൈറ്റ് ടൈമിനാകുമ്പോൾ. ഓക്കെ ഓക്കെ. വീക്കിനാണെങ്കിലും നൈറ്റ് എൻഹാൻസ്ഡ് പേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാലറി സ്ലിപ്പിൽ എടുത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും നൈറ്റിനുള്ള എക്സ്ട്രാ അലവൻസ്. പിന്നെ ഓൾറെഡി നിങ്ങളുടെ ഐസിയു ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഡ്യൂട്ടിയും ഷിഫ്റ്റ് ഒക്കെ വരും അവിടെ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നോർമലി ഇപ്പം അയനക്ക് നമുക്കിപ്പോ പറഞ്ഞിട്ടുള്ള സംഭവം വെച്ചാൽ കോൺട്രാക്റ്റഡ് അവേഴ്സ് നിങ്ങൾക്ക് 37.5 മണിക്കൂറാണ്. നിങ്ങളുടെ ട്രസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അവേഴ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കാം. ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വിസേനയോ കാര്യത്തിനോ ഒന്നും ബാധിക്കില്ല. അതേസമയം അയനെ ട്രസ്റ്റ് വിട്ട് വേറെ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചോ, എങ്കിൽ ആഴ്ചയിൽ 20 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്ട്രാ. മനസ്സിലായോ? പക്ഷെ ട്രസ്റ്റിൽ അൺലിമിറ്റഡ് ആയിട്ട് അയനക്ക് വർക്ക് ചെയ്യാം. അതിന് നമ്മൾ എടുക്കുന്ന ബാങ്ക് ഷിഫ്റ്റിനെ പറയുന്ന പേരാണ് NHSP എന്ന് പറയും. NHS പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? നിങ്ങൾ ഒരു 3 മാസം ഡ്യൂട്ടിക്കൊക്കെ കയറിയതിനു ശേഷം അതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അയനക്ക് വേണമെങ്കിൽ വേറെയും പീഡിയാട്രിക് വാർഡിലും ഏരിയാസിലൊക്കെ പോയി വർക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ബാങ്ക് ഡ്യൂട്ടി എടുക്കാം. അപ്പൊ അയനക്ക് കണ്ടു നോക്കാം. വേറെ എവിടെയെങ്കിലും ഇപ്പൊ അയനക്ക് മാറണമെന്നുണ്ടെങ്കിലോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത് പോയി നോക്കാം. പിന്നെ നിങ്ങളുടെ ഐസിയുയിൽ തന്നെ നിങ്ങൾക്ക് ഓവർ ടൈം വരും. അതിന് ഡബിൾ പേ ആയിരിക്കും ചിലപ്പോ. അപ്പൊ അങ്ങനെ അപ്പൊ അത് നിങ്ങളുടെ ഐസിയുയിൽ തന്നെ അവർ നിങ്ങളുടെ അടുത്ത് പറയും, ഓക്കെ നമുക്ക് ഓവർ ടൈം അവൈലബിൾ ആണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമായിരിക്കും, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ കാണുമായിരിക്കും, അല്ലെങ്കിൽ മെയിലിൽ അയക്കുമായിരിക്കും ഓവർ ടൈം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ടൈം ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? അപ്പൊ അത് ഓരോന്ന് ആദ്യത്തെ ഒരു 6 മാസം വരെ നിങ്ങൾക്ക് പേയിൽ കുഴപ്പമൊന്നും കാണത്തില്ല, പ്രോപ്പർ എമൗണ്ട് കിട്ടും. 6 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ടാക്സ് സ്ലാബിൽ നിന്ന് നിങ്ങൾ മുകളിലോട്ട് കയറും. 12,000 എന്നുള്ള എമൗണ്ടിൽ നിങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ ടാക്സ് പിടുത്തം വന്നു തുടങ്ങി. 6 മാസം വരെ നല്ലൊരു സാലറി നിങ്ങൾക്ക് കിട്ടും. അത് കഴിയുമ്പോഴാണ് ടാക്സ് കട്ട് വരുന്നത് പതിയെ. മലയാളീസ് ഒരുപാട് പേരുണ്ടോ കൂടെ? അറിയില്ല സാർ, ടോട്ടൽ ഒരു 75 സ്റ്റാഫ് ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഒരു ദിവസം ചെല്ലുമ്പോ കാണുന്നവരെല്ലായിരിക്കും അടുത്ത ദിവസം ചെല്ലുമ്പോ കാണുന്നത്. അപ്പം മൊത്തത്തിൽ എത്ര പേരുണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ ചെന്ന ദിവസങ്ങളിൽ ഒരു 2-3 മലയാളികളെ വീതം കണ്ടിട്ടുണ്ട്. പിന്നെ വെയിൽസ് ആയതുകൊണ്ട് തന്നെ ഇഷ്ടമാതിരി ആൾക്കാരുണ്ട്. കാര്യം നമ്മുടെ ഇവിടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് പോയായിരുന്നല്ലോ. കാര്യം ഇപ്പൊ പീഡിയാട്രിക്സ് ആണ് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് പേരെ മാത്രമായിട്ട് കൊണ്ടുപോയത്. അതിന് മുന്നേ അഡൽട്ട് നടന്നപ്പോ അറൌണ്ട് ഒരു മോർ ദാൻ 150ഓളം ആൾക്കാർ പോയി. അത് 2-3 തവണയായിട്ട് നടന്നായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ അത്രയും ആൾക്കാർ എന്തായാലും അവിടെ ഉണ്ട്. പിന്നെ പഴയ ആൾക്കാരൊക്കെ. അതെ. എങ്ങനെയുണ്ട് ഒരു വാർഡ് സിറ്റുവേഷൻ കാര്യങ്ങള്? അതിനൊക്കെ എന്ത് തോന്നുന്നു പോയതില് കാര്യങ്ങളൊക്കെ? ആദ്യം തന്നെ ഞങ്ങൾക്കൊരു ഇൻഡക്ഷൻ പോലെ തന്നായിരുന്നു. അവിടുത്തെ എക്യുപ്മെന്റ്, അവിടുത്തെ പേപ്പർ വർക്ക്, സിസ്റ്റം വർക്ക്, അതൊക്കെ ഒരു 2-3 ദിവസമായിട്ട് അത് അങ്ങനെ ഉണ്ടായിരുന്നു. നാട്ടിലുള്ള അതിനിടെ പീഡിയാട്രിക്കിന്റെ എക്സ്പീരിയൻസും ഇന്റർവ്യൂവിന്റെ കാര്യത്തിലൂടെ നമുക്ക് വരാം. അതിന് മുന്നേ നാട്ടിൽ ഇപ്പൊ പീഡിയാട്രിക്കിന്റെ എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞിട്ടാണ് അതിന് ഇങ്ങോട്ട് വരണേ. അപ്പം ആ ഒരു പീഡിയാട്രിക്കിന്റെ ഹോസ് കാര്യം വളരെ റയർ ആയിട്ടാണ് ആൾക്കാർ പീഡിയാട്രിക്സിന്റെ ഹോസ്കി എടുക്കാറുള്ളത്. കൂടുതലും മെജോറിറ്റിയും അഡൾട്ടാണ് പോവുക, അഡൾട്ടോ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തോ. അപ്പൊ ആ പീഡിയാട്രിക്കിന്റെ ഹോസ്കിയും അയനയുടെ നാട്ടിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ അയനെ ഹെൽപ്പ് ചെയ്തോ, അല്ലെ എന്തൊക്കെ വ്യത്യാസങ്ങൾ അയനക്ക് മനസ്സിലായി ഇവിടെ വന്നപ്പോ? എനിക്ക് ആക്ച്വലി ഒരുപാട് ഹെൽപ്ഫുൾ ആയത്, ഞാൻ ഡൽഹി നിന്നത് പീഡിയാട്രിക് ഐസിയുലായിരുന്നു. 2 ഇയേഴ്സ് ഞാൻ അവിടെ നിന്നു. പിന്നെയാണ് നാട്ടില് വാർഡിലാണ് നിന്നത്. ഒരു വർഷം. അപ്പം എനിക്ക് ഇവിടുത്തെ ഇൻഡക്ഷൻ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് ഏകദേശം ഒരു സിമിലാരിറ്റി തോന്നിയത്, ഞാൻ ഡൽഹിയിൽ നിന്നപ്പം പുതിയ പുതിയ കാര്യങ്ങൾ അവിടെ വെച്ച് പഠിച്ചതും ഇതും തമ്മിൽ നല്ല സിമിലാരിറ്റി. എന്തോ? അതെ 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 അതെ. വെന്റിലേറ്റർ സെറ്റിംഗ് ആണേലും മറ്റേ സിസ്റ്റം വർക്കാണ്, പേപ്പർ വർക്കാണ്, എല്ലാം നല്ല സിമിലാരിറ്റി തോന്നി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ഒരു NABH അക്രഡിറ്റഡ് നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത് കൊണ്ടാണ് കുറച്ചുകൂടെ അത് ഇതായത്. അപ്പൊ അതിനിപ്പം ഫോർ എക്സാമ്പിൾ ഒരുപാട് പിള്ളേര് ലൈക്ക് ഇപ്പൊ പീഡിയാട്രിക് എക്സ്പീരിയൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്.
ഇപ്പം സൗദിയിലും കുവൈറ്റിലും അല്ലെങ്കിൽ നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ അപ്പൊ അവരെല്ലാം നമ്മൾ പീഡിയാട്രിക് ആണ് അവർക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് പക്ഷെ ഒരു പ്രോപ്പർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ. ഓക്കെ, അതെ ഇപ്പൊ അതെ അയന ഇപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ പോസ്കിക്ക് പോയി. അപ്പൊ അയനയുടെ ഒരു കൺസെപ്റ്റില് ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസിൽ അയനക്ക് എന്തായിരിക്കും അവർക്കുള്ള സജഷൻ? ഒരു പ്രോപ്പർ ഒരു വെൽ ഇതായിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നല്ലൊരു എക്സ്പീരിയൻസ് എടുക്കുന്നതാണോ, അതോ ഒരു ജസ്റ്റ് ഒരു വാർഡ്സിൽ എടുത്തിട്ട് ഇവിടെ പീഡിയാട്രിക്കിന് കയറുന്നതായിരിക്കും നല്ലത്? നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു എളുപ്പം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ ജോലി ചെയ്യണം. തീർച്ചയായും. നമ്മുടെ ഗ്യാപ്പ്, ഞാൻ സത്യം പറഞ്ഞ ഗ്യാപ്പ് ഈ 8-9 മാസത്തോളം ഞാൻ ഈ OET CBT എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ഗ്യാപ്പ് നികത്താൻ വേണ്ടി തൽക്കാലത്തേക്ക് ഞാൻ കേറിയതാ. അങ്ങനെ കേറി 1 ഇയർ അവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷെ അവിടെ എനിക്ക് ICU ഇല്ലായിരുന്നു, വാർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. എങ്കിൽ പോലും എനിക്ക് ഹെൽപ്ഫുൾ ആയത് ഞാൻ അതിനു മുമ്പ് നിന്ന 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത്. കാരണം അവിടെയാണ് കുറച്ചുകൂടെ ഒക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയത്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുമ്പോൾ നല്ലൊരു അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ കുറച്ച് ബെഡ് കൂടുതലുള്ള ഒരു 150-200 എബവ് ബെഡുള്ള ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇച്ചിരി കൂടെ ഒക്കെ ഒരു കോൺഫിഡൻസും. ഇപ്പൊ തന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞ പോലെ അവർ ഇൻഡക്ഷൻ തന്നപ്പോ എനിക്ക് നല്ല സിമിലാരിറ്റി തോന്നി, ഒരു ആശ്വാസം പോലെ തോന്നി. ഇതൊക്കെ ഞാൻ ചെയ്തതാണല്ലോ, എനിക്ക് അതെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരിത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും. ഇവിടെ ഞാൻ എന്റെ ലൈൻ മാനേജറിന്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഇങ്ങനെ എഴുതിയിട്ട് നോക്കിയിരിക്കല്ലേ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറയണത് ഇന്റർനാഷണൽ നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഇനിയും എക്സ്പെക്ട് ചെയ്യണ്ട എന്നാണ് അവർ പറയണത്. പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോ അവർക്കൊരു വെച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല. പിന്നെ എന്നോട് ഞങ്ങളടുത്ത് പറഞ്ഞത് ഓസ്കിയുടെ ട്രെയിനിങ് സമയത്ത് പറഞ്ഞത് ഇത് ലാസ്റ്റ് ഇന്റർനാഷണൽ നഴ്സുമാരാ പീഡിയാട്രിക് ICUലേക്ക് എന്നാ പറഞ്ഞത്. അതെ, എല്ലായിടത്തും ഇത് തന്നെയാണ്. എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇപ്പൊ അയന പറഞ്ഞ പോലെ തന്നെയാണ് ലൈക്ക് ഇപ്പൊ നമുക്ക് പറയേണ്ട ഒരു ലൈക്ക് എന്താ ഒരു കടമയുണ്ട്, റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ വീഡിയോ ഇട്ടിട്ടാണെങ്കിലും വീഡിയോയിൽ പറയാം. ഇപ്പം എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയും എന്തിനാണ് ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടുന്നത്, എന്തിനാണ് ഇത് പറയുന്നത് വെച്ചിട്ട് നമുക്ക് ലൈക്ക് ഈവൻ ഭീഷണി പോലെ എനിക്ക് മെസ്സേജും കോളും വന്നിട്ടുണ്ട്. കാര്യം ഇപ്പൊ നമ്മൾ OET പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ പിള്ളേർ പഠിച്ചിറങ്ങിയിട്ട് അവർ ഇത്രയും കാശ് OETക്ക് മുടക്കിയിട്ട് കാര്യമില്ലല്ലോ. ലൈക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലെ ഓപ്പർച്യൂണിറ്റി വരണം. അല്ലെങ്കിൽ അവർക്ക് എന്താണ് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം അവർ OET എഴുതിക്കോട്ടെ. 2 വർഷത്തെ സമയമുണ്ട്. മേ ബി ഇപ്പം അയനക്ക് ഇപ്പം ലൈക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർപ്രൈസ് ആയിട്ടാണ് ഈ ഒരു വാക്കൻസി വന്നത്. ഇന്റർവ്യൂ ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും ഒരുപാട് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളോ സംഭവങ്ങളോ ഒക്കെ വരാം. അപ്പം മാനേജേഴ്സിന്റെ അടുത്ത് പറയുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ഹൈഡ് ചെയ്യരുത് ഒന്നും, മനസ്സിലായോ? പിന്നെ ഓരോ കാര്യങ്ങൾ ലീവിന്റെ കാര്യമാണെങ്കിലും എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് ഒരു ഇമെയിൽ ആയിട്ട് വെർബലി നമ്മൾ പറയുന്ന കാര്യത്തിനൊന്നും ഒരു എവിഡൻസ് കാണില്ല അതിനാ. ഓക്കെ, ആസ് എ മാനേജർ എന്നുള്ള രീതിയിൽ ഞാൻ പറയണം, ഞാൻ എല്ലായിടത്തും അഡ്വൈസ് ചെയ്യുന്ന കാര്യമാണ്, എന്തെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് ഒരു ഇമെയിൽ അയക്കുക. അപ്പൊ അവർക്ക് പ്രൂഫ് ആയിരിക്കും. കാര്യം അവർക്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല നീ എന്റെ അടുത്ത് അത് പറഞ്ഞില്ലല്ലോ എന്ന്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്യുമെന്റ്. കാര്യം നിങ്ങൾ ആസ് എ ബാൻഡ് 5ന്റെ രീതിയിൽ നമ്മളെല്ലാം വെർബലി പറഞ്ഞു പോയി സംസാരിക്കാനായിട്ട് നോക്കും. നമ്മൾ ഒരിക്കലും ഇമെയിലിന്റെ കാര്യം ചിന്തിക്കില്ല. പക്ഷെ അങ്ങനെ എന്തുണ്ടെങ്കിലും ലീവ് ആണെങ്കിലും ഒക്കെ നമ്മൾ നേരത്തെ റിക്വസ്റ്റ് ചെയ്യാം. എന്തായാലും തുടങ്ങി കഴിഞ്ഞ് ഓരോന്ന് വരുമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ശരിയായ താങ്ക് യു സോ മച്ച്. എന്തായാലും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞതിലും സമയം കണ്ടെത്തിയാലും എന്തായാലും ബെസ്റ്റ് വിഷസ് കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ. ഓക്കെ, ബൈ.